മോർണിംഗ്. താമസിച്ച് എഴുന്നേറ്റ് ഇപ്പോൾ ഇവിടെ 9-9:30 ഞാൻ വന്ന് ഭയങ്കര ക്ഷീണമാക്കിയാണല്ലോ. പിന്നെ ലേറ്റായിട്ട് എഴുന്നേറ്റ പിന്നെ നാട്ടിൽ വന്ന് കുറച്ച് ലേറ്റായിട്ട് എഴുന്നേക്കാമെന്നുള്ളതൊരു ഐക്കണാണല്ലോ. ഞാൻ ലേറ്റായിട്ട് എഴുന്നേറ്റതും ഇനി പോയി ഫ്രഷപ്പായിട്ട് എല്ലാം കഴിക്കട്ടെടുത്ത്, അല്ലെങ്കിൽ അമ്മ ഇനി എന്നെ കൊല്ലും. വിളിക്കാൻ ഇപ്പോൾ വിളിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് വല്ലതും കഴിക്കാം. ഓക്കെ. ഇതെല്ലാം എൻ്റെ ബുക്സാണ്. ആദ്യം വന്നപ്പോൾ എനിക്ക് ഇവരെ കണ്ടപ്പോഴാണ് ഭയങ്കര സന്തോഷമായത്. ഞാൻ റീഡിങ് ഒക്കെ 2 വർഷമായിട്ട് ഭയങ്കരമായിട്ട് നിർത്തി വെച്ചിരുന്നതായിരുന്നു. ഇവരെല്ലാം എൻ്റെ ഫ്രണ്ട്സായിരുന്നു. രാത്രിയിൽ ഞാൻ ബുക്കൊക്കെ വായിച്ചുകൊണ്ടായിരുന്നു കിടക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ അതൊക്കെ എവിടെയോ പോയി. പക്ഷെ എന്നാലും ഇവരെ കണ്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷം. എവിടാ മോനെ? ശംഖുവിന് ഒരു ബോട്ട് ഇട്ട് കളിക്കണം. അതിലിറങ്ങല്ലേ, ശ്രുതിച്ചേച്ചി വഴക്ക് പറയും. നിന്നെയും വഴക്ക് പറയും. ബോട്ട് അങ്ങോട്ട് നിന്ന് പോണം, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരും. ഇത് ആ സൈഡിൽ കൊണ്ടുവന്നിട്, ആ സൈഡിൽ. ഇവിടെ ഭയങ്കര മഴ കേട്ടോ. അപ്പം ശംഖുവിന് ബോട്ട് ഇടണം എന്നൊരാഗ്രഹം. ബോട്ട് ആരാ പോലെ ഉണ്ടാക്കി തന്നേ? അവിടെ ഇട്ടാ മതി. നിനക്ക് ഇഷ്ടമുള്ള എടുത്തിട്ട്. അവിടെ ഒഴുകത്തില്ലടാ. അവിടെ ഇങ്ങനെ ഒഴുകാൻ വെള്ളം അത്രയും ഇല്ല. മോനെ ഇവിടെ ഇട്. ചപ്പലിടാതെ പോവണ്ട മോനെ, ഇവിടെ ഇടാ. മതി, അതങ്ങ് ഓടിക്കോള്. മോന് കാല് കഴുകണോ? കഴുകു. ചെരുപ്പിടാതാ പോയത്. സ്കൂൾ ചേച്ചി വഴക്ക് പറയും. ബാ, I'm fast. Go, 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 go. ക്യാമറമാൻ ശംഖുവിൻ്റെ ഒപ്പം ലക്ഷ്മി. ഹലോ. എന്ത് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നറിയാതെ കൺഫ്യൂഷനിലിരിക്കുകയാണ്. ഫ്രഷായി കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് നേരം കഴിഞ്ഞു. ഇപ്പോൾ 12-1 മണിയായി. ഇപ്പോൾ ചോറുണ്ടാൻ തോന്നിയില്ല. ശ്രുതി ചേച്ചി നല്ല കഞ്ഞിയും പയറും ഒക്കെ ഉണ്ടാക്കി തന്നെ കേട്ടോ. അപ്പം ഞാൻ കരുതി നല്ല രുചിയുണ്ട് പയറും കഞ്ഞിയൊക്കെ. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനത് കഴിക്കുകയാണ്. ശംഖു ഇരുന്ന് TV ആണ്. യൂഷ്വൽ പോലെ തന്നെ കൃഷ്ണനും കംസനും ഒക്കെ തന്നെ, കൃഷ്ണ ഭഗവാനും കംസനും ഒക്കെ തന്നെ കാണുകയാണ്. അപ്പം ചോറിപ്പോഴൊന്നും കഴിക്കത്തില്ല. കുറച്ച് കഴിഞ്ഞ് ഇവിടെ കഞ്ഞി കുടിച്ചില്ല. മിക്കവാറൊന്നും ചോറ് കാണത്തില്ല. കഞ്ഞി ഭയങ്കര ആഗ്രഹം തോന്നി കഴിച്ചതാണ്. നല്ല രുചിയുണ്ട്. പയറും കഞ്ഞിയും ചില സമയത്ത് എനിക്കൊരു വികാരമാണ്. ഒരു പപ്പടോടെ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷയില്ല. അപ്പോൾ അങ്ങനെ പോകുന്നു. അമ്മ ഇപ്പം വരും. ഓക്കെ. എന്താ ഞാൻ 2 ലേസ് കൊണ്ടുവന്നെ. ഓയിൽ മസാജാണ് ഈ ശ്രുതി ചേച്ചിയുടെ. എൻ്റെ മുടിയെല്ലാം വെട്ടിക്കളയാൻ പോവാണ്. കളർ ചെയ്ത് ഡ്രൈ ആയിരുന്നുണ്ടോ? ഈ ശ്രുതി ചേച്ചി എൻ്റെ മുടിയെല്ലാം വെട്ടിക്കളയുവേ. ഫുൾ ഡാമേജ്. ഹായ്. ഒരു
വീഡിയോ എടുക്കാൻ പോവാണ്. പിന്നെ ഞങ്ങളുടെ കുടുംബത്തോട്ട് പോവാണ്. അതാണ് കുടുംബം. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോവാണ്. കൊണ്ടാണ് പോകുന്നത് ഗായ്സ്. അതാണ് ഞങ്ങളുടെ കുടുംബ വീട്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നത്. അത് ഇത്ര വർഷം പഴക്കമുള്ള വീടാ, 100 years പഴക്കമുള്ള വീടാ. അതെ, 100 വർഷം പഴക്കമുള്ള വീടാ. ഇതിപ്പം റിനോവേറ്റ് ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 4-5 വർഷമായി. ഒരു ദിവസം ഞാൻ ഇതിൻ്റെ ടൂർ എടുക്കാം. നല്ല രസമാണ് കാണാൻ. അപ്പോൾ നമുക്കിവിടെ നമ്മളിന്ന് വീഡിയോ എടുക്കാൻ പോകുന്നത്. ആ ഹലോ, ഇന്ന് ഞങ്ങൾ ഉച്ചക്ക് കഞ്ഞി കുടിച്ചു അമ്മുമ്മ. അല്ലെങ്കിൽ അച്ഛനോട് ചോറ് കഴിക്കുന്ന സമയമായിരുന്നു. ഈ ബാക്കിൽ കാണുന്ന കടപ്പായിൽ ഞങ്ങളുടെ കുടുംബമാണ്. ഇത് ഞങ്ങളുടെ കുഞ്ഞമ്മ. ഞങ്ങളെല്ലാവരും ഒരേ സ്ഥലത്ത് എന്താ പറയുക, നമ്മൾ ഒരേ ഏരിയയിൽ തന്നെ താമസിക്കുന്നത്. അപ്പം വീഡിയോ എടുക്കാൻ ഞാൻ എപ്പോഴും കടപ്പായിലാണ് വരുന്നത്. ഇപ്പം വീട് പൊളിച്ചിട്ട് ഇപ്പോൾ ഒരു 5-6 വർഷമായി വീട് പൊളിച്ചിട്ട് മാറ്റി പണിഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ നോർമലി ഇവിടെ വന്നിട്ടാണ് എടുക്കാറ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഓക്കെ. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ വീഡിയോ എടുക്കാൻ പോയപ്പോൾ ഇട്ട സാധനങ്ങളൊക്കെയാണ് ഫേസിൽ കിടക്കുന്നത്. ഒന്ന് ഫേസ് വാഷ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഉള്ളൂ ഇന്ന് ഇത്രയും. അപ്പോൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇന്ന് കഴിഞ്ഞു. ഇനി അടുത്ത വ്ളോഗുമായിട്ട് കാണുന്നതിന് വരെ എല്ലാവരും ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് ഇറ്റ് വിൽ ഹെൽപ്പ് മീ ടു ഇംപ്രൂവ്. അപ്പോൾ താങ്ക് യു സോ മച്ച് വാച്ച് ചെയ്യുന്നത് എല്ലാവർക്കും. താങ്ക് യു.